കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഈ സാക്ഷര കേരളം 16 അമ്മമാരെ ബലി കൊടുക്കേണ്ടി വന്നു. ഒടുവിൽ വയനാട് അങ്ങ് നമ്മുടെ താമരശ്ശേരി സുബൈദ എന്ന് പറഞ്ഞ 52 വയസ്സുകാരി 6 വെട്ടേറ്റ് മരിച്ചപ്പം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, എന്നെ പോലൊരു മകന് ജന്മം കൊടുത്തുകൊണ്ടാ ഞാൻ എൻ്റെ ഉമ്മയെ കൊന്നതെന്ന് പറഞ്ഞതാണ് സാക്ഷര കേരളം കേട്ട അവസാനത്തെ അമ്മയുടെ സങ്കട വിലാപത്തിന്റെ കഥ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാ. അപ്പോഴാ കേരളം ഉണർന്നത്. ഇപ്പൊ എല്ലാ ഇടങ്ങളിലും തെരുവുകൾ മുഴുവനും ഇപ്പൊ മാധ്യമങ്ങൾ പലരും തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട്. ആശങ്ക പൂണ്ടിട്ട് ഇറങ്ങിയിരിക്കണേ. വാഹന പ്രചാര ജാഥകൾ നടത്തുന്നുണ്ട് പലരും. ആശങ്ക പൂണ്ടിട്ട മഹല്ലുകള്, ക്രൈസ്തവ ദേവാലയങ്ങൾ, ഹൈന്ദവ ക്ഷേത്ര തിരുമുറ്റങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എല്ലാം ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിനെതിരെ സായുധ വിപ്ലവത്തിൽ പങ്കെടുക്കുകയാണ്. കൂട്ടുവട്ടം നടത്തുന്നുണ്ട്, ഒപ്പുശങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ കൂട്ടുവട്ടം നടത്തുകയാണെങ്കിൽ ഇന്നലെ ഷൊർണൂർ DYSP പറഞ്ഞ മനോജ് സാർ പറഞ്ഞ ഞാൻ വേദിയിലുണ്ടായിരുന്നു. ഞങ്ങൾ 55,000 പോലീസുകാർ നിൽക്കാതെ ഓടാം കേരളത്തിൻ്റെ തെരുവുകളിലൂടെ ലഹരി നിന്ന് പോകുമെങ്കിൽ, അല്ലേ?